ഇന്നലെ കാലത്ത് ഒരാട് പ്രസവിച്ചിട്ടാണ്. 2 കുട്ടികളാണുള്ളത്. ഒരു കൊറ്റൻകുട്ടി ഒരു പെടക്കുട്ടിയും. അപ്പോൾ ചവറ് വീഴുന്ന വരെ ഞങ്ങൾ വെള്ളമൊന്നും കൊടുക്കില്ല, ഇലയൊന്നും കെട്ടി കൊടുക്കില്ല, അങ്ങനെ നിർത്തുക ചെയ്യാട്ടോ. അങ്ങനെ ചവറ് വീഴലൊക്കെ കഴിഞ്ഞ് ചവറൊക്കെ കുഴിച്ചിടുക ചെയ്യുക. അതിന് ശേഷം പിന്നെ ആടിനെ കൊടുന്ന് കെട്ടിയിട്ട് നന്നായി മോട്ടർ അടിച്ചിട്ട് ആടിൻ്റെ ശരീരമൊക്കെ കഴുകി കൊടുക്കും. തലയിൽ വെള്ളമാക്കില്ല കേട്ടോ. വല്ല പനിയ ചുമയൊന്നും വരണ്ടാച്ചിട്ട് ശരീരത്തിൽ നന്നായി വെള്ളം ഒഴിച്ചിട്ട് അവിടെയൊക്കെ നന്നായി തണുത്ത വെള്ളം അടിച്ച് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കും കേട്ടോ. പിന്നെ ഈച്ചയും പ്രാണികളൊന്നും ഇരിക്കാതിരിക്കാൻ നല്ലതാണ് ഇങ്ങനെ വെള്ളം അടിച്ച് വൃത്തിയാക്കണത്. ഇങ്ങനെ 2 നേരം ചെയ്യും, ഒരാഴ്ച ചെയ്യും കേട്ടോ. അങ്ങനെ 2 നേരം വെള്ളം അടിച്ചിട്ട് വൃത്തിയാക്കുക. അപ്പോൾ ആടിൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു വൃത്തികേടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈച്ചയൊന്നും ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. പിന്നെ വെള്ളം അടിക്കൽ കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒരു ബക്കറ്റ് കൊടുന്നിട്ട് അതും ആടിൻ്റെ ശരീരത്തിൽ നന്നായി ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്തെങ്കിലും ശരീരവേദനയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട് നന്നായിട്ട് പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കും, കൈ കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ആടിന് വെള്ളമൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ കട്ടിയില്ലാത്ത വെള്ളമാണ് കൊടുക്കുക. എന്നും ഇങ്ങനെ കട്ടിയിലൊക്കെ തന്നെ വെള്ളം കൊടുക്കുക. ആ വെള്ളം പ്രസവിച്ചാൽ കൊടുക്കില്ല. ഒരാഴ്ച വരെ കട്ടി കുറവിലുള്ള വെള്ളം പകുതി അളവിലേ കൊടുക്കുള്ളൂ. എന്നും കൊടുക്കണ അത്ര കൊടുക്കില്ല, പകുതി അളവിൽ ആണ് കൊടുക്കുള്ളൂ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും കേട്ടോ. ഒരു 4 നേരമൊക്കെ കൊടുക്കും. 3 നേരം കൊടുക്കുന്നത് ഒരു 4 നേരമൊക്കെ ഇട്ടാണ് കൊടുക്കുക. ആ വെള്ളം കുടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത വെള്ളം കൊടുക്കും. അങ്ങനെ കുറേശ്ശെ വെള്ളം ഇടവിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്യാം കേട്ടോ. പിന്നെ ഇലയൊക്കെ കെട്ടിക്കൊടുത്ത് കൂട്ടിലാക്കി അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഇന്ന് കാലത്ത് 7 മണിയാകുമ്പോഴേക്കും തന്നെ ആദ്യത്തെ വെള്ളം കൊടുത്ത് ഇളം ചൂടുവെള്ളം തന്നെ പിണ്ണാക്കും തവിടും ഇട്ട് ലൈറ്റായിട്ട് വെച്ച് കൊടുത്ത് കുടിക്കുമ്പോൾ എല്ലാ ആടുകളും വന്ന് കുടിക്കട്ടെ. പിന്നെ വീണ്ടും പിന്നെ രാവിലെ ഒന്നും പുറത്തേക്ക് ഇറക്കില്ല. വെയിലൊക്കെ ചൂട് പിടിച്ചിട്ട് 10 മണിയാകുമ്പോഴാണ് പുറത്തേക്ക് ഇറക്കുള്ളൂ കേട്ടോ. കൂട്ടിൽ തന്നെയാണ് വെള്ളവും ഇലയൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മോട്ടർ അടിച്ചിട്ട് ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇന്നും ചെയ്യും കേട്ടോ. അങ്ങനെ 2 നേരം ഒരാഴ്ച ചെയ്യും. ഇതുപോലെ വെള്ളവും കൊടുക്കും. ഇത്ര ഒരാഴ്ച ചെയ്താൽ അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ ഒരുപാട് കട്ടിയുള്ള ഭക്ഷണമൊന്നും കൊടുക്കാൻ വേണ്ടി അതിനെ പുറത്ത് നിർത്തുന്നില്ല. ഏറെയും കൂട്ടിൽ തന്നെയാണ് ആക്കുക കേട്ടോ. രാവിലെ വൈകുന്നേരം മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. പിന്നെ കുട്ടികളെ നന്നായി തുടച്ച് വൃത്തിയാക്കും. പുക്കിൾ പൊടിയൊക്കെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടയ്ക്കും. പിന്നെ ഇല പുല്ല് എന്താ വെച്ചാൽ കെട്ടി കൊടുക്കും. ഒക്കെ കുറേശ്ശെ കെട്ടി കൊടുക്കുള്ളൂ കേട്ടോ.